എൻ.കെ. ദേശത്തിൻ്റെ പൂവിൻ്റെ കഥ എന്ന ഹ്രസ്വ കവിതയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. പൂ ഇളങ്കാറ്റിനു നേദിച്ചു പൂമണം, കാർവരി വണ്ടിനു തേൻകണവും. വണ്ടുപോയി വാരിളം തെന്നൽ പോയി, ഓർത്തിയില ചെണ്ടിനെ പിന്നെ ആ രണ്ടുപേരും. ആരുമറിയാതെ രാവിനറുതിയിൽ ആ മലർ വാടി വിളർത്തു വീഴുകെ, മണ്ണിലമർന്നുപോയി വിണ്ണിൻ്റെ അന്ധമാം കണ്ണിൽ നിന്നഞ്ചാറ് നീർക്കണങ്ങൾ. പൂവ് ഇളങ്കാറ്റിന് തൻ്റെ സുഗന്ധവും വണ്ടിന് തേൻകണവും നൽകി. കാറ്റോ വണ്ടോ ആ പൂവിനെ പിന്നെ ഓർത്തതേയില്ല. രാവിൻ്റെ അന്ത്യയാമത്തിൽ ആ പൂവ് വാടി വീണപ്പോൾ വിണ്ണിൽ നിന്ന് രണ്ട് നീർക്കണങ്ങൾ മണ്ണിൽ അടർന്നു വീണു. തൻ്റെ ഉദാരതയ്ക്ക് പാത്രമായവർ പലപ്പോഴും ഉപകാരസ്മരണ ഉള്ളവരായിരിക്കണമെന്നില്ല. എന്നാൽ പ്രത്യേക കടപ്പാടൊന്നുമില്ലാത്തവരായിരിക്കും പലപ്പോഴും സാന്ത്വനവുമായി എത്തുന്നത്. ഈ തത്വമാണ് കവി പൂവിൻ്റെ കഥയിലൂടെ നമ്മോട് പറയുന്നത്. പൂവിൻ്റെ മണവും തേനിൻ്റെ മാധുര്യവും ആസ്വദിക്കുന്നത് കാറ്റും വണ്ടുമാണ്. എന്നാൽ ആ മലർ വാടിക്കരിഞ്ഞപ്പോൾ കണ്ണീർ പൊഴിച്ചത് രാത്രിവാനം മാത്രം. കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ. പൂയിളം കാറ്റിനു നേദിച്ചു പൂമണം, കാർവരി വണ്ടിനു തേൻകണവും. വണ്ടുപോയി വാരിളം തെന്നൽ പോയി, ഓർത്തില ചെണ്ടിനെ പിന്നെയാ രണ്ടുപേരും. ആരുമറിയാതെ രാവിനറുതിയിൽ ആ മലർ വാടി വിളർത്തു വീഴ്കെ, മണ്ണിലമർന്നുപോയി വിണ്ണിൻ്റെ അന്ധമാം കണ്ണിൽ നിന്നഞ്ചാറു നീർക്കണങ്ങൾ.